ഹായ് ഫ്രണ്ട്സ്, ഒരു ചെറുപ്പക്കാരൻ എനിക്ക് എഴുതി, ആ ഗൾഫിലെ മണലാരണ്യത്തിൽ കിടന്നാൽ എൻ്റെ ജീവിതം എരിഞ്ഞടങ്ങുകയുള്ളൂ, അഥവാ കത്തിത്തീരുകയുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം എഴുതി. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സംരംഭം തുടങ്ങാനായിട്ടുള്ള ആവേശം ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പലരും അങ്ങനെ വളരെ ആവേശം ഉൾക്കൊണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ഇത് നിവൃത്തികേടായിപ്പോയി, ഇങ്ങനെ ആയല്ലോ, ഇനി ഇതിനൊരു പരിഹാരമില്ലെന്ന് ഓർത്തിരുന്ന സാഹചര്യത്തിൽ ഒരു പ്രത്യാശയുടെ പുതുനാമ്പ് അവരുടെ ഉള്ളിൽ നിന്ന് മുളച്ചു പൊങ്ങുവാനിടയായിട്ടുണ്ട്. അതൊക്കെ ഞാൻ ടൈലർ ബേബിച്ചേട്ടനും ഒക്കെ അതാണ് പറഞ്ഞത്. എനിക്ക് അവരുടെ കഥകൾ കേട്ടപ്പോൾ വളരെ എൻ്റെ ഉള്ളിൽ എന്നെ സ്പർശിച്ചു. അപ്പോൾ നിങ്ങളുടെ അത് എഫക്റ്റ് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്ന് എന്നെ ഒന്ന് അറിയിച്ചാൽ നല്ല കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ്റെ ദുഃഖത്തിൽ അവന് ഒരു ആശ്വാസം കൊടുക്കാൻ കഴിയും, അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശ കൊടുക്കാൻ കഴിയും ചെയ്യുന്നത് എനിക്ക് വളരെ ആത്മസംതൃപ്തിയുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ കൊണ്ട് ഞാൻ സംസാരിക്കുന്നത് ഇതൊരു സീസണാണ്. ഇതേ സീസൺ എന്ന് പറയുന്നത് വിതയുടെ സീസണാണ്. വിതയ്ക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു നല്ല നിലയിൽ ഒരു സംരംഭം തുടങ്ങി നല്ല നിലയിൽ നിങ്ങൾക്ക് വരാൻ കഴിയുമെന്നുള്ള വിത്ത് വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് നിങ്ങളുടെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു ആശയമില്ല. ഒരു കൂലിപ്പണിക്കാരൻ്റെ മൈൻഡ് സെറ്റാണ്, എങ്ങനെ കുറച്ചുകൂടെ കൂലി കിട്ടും, അടുത്ത വർഷമാകുമ്പോൾ ഒരു 25 രൂപ കൂട്ടി കിട്ടുമോ എന്നുള്ള ചിന്തയിലിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളൊരു സംരംഭകനായി അനേർക്ക് കൂലി കൊടുക്കുന്നവനായി മാറാമെന്നുള്ള ഒരു വിത്ത് വിതച്ചിരിക്കുക. അപ്പോൾ ഇതൊരു വിതയുടെ സീസണാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ വിത്തുകൾ നിങ്ങൾ നനച്ചു കൊടുക്കണം, വളമിട്ട് കൊടുക്കണം. അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന് ചിന്തിച്ച് നോക്കുക. അടുത്ത ജനുവരി മാസത്തിൽ നിങ്ങളിൽ പലരും വ്യവസായികളായി കഴിഞ്ഞിരിക്കും. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കൈയൊന്ന് നോക്കിക്കേ. കൊള്ളാം, മതി. നിങ്ങൾ കൈവെക്കുന്ന നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. 5 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഇംപാല കാറിൽ പോകുന്നത് മനോമുഗ്രത്തിൽ കാണുക. അങ്ങനെ നിങ്ങൾ ഇംപാല കാറിൽ പോകുമ്പോൾ നിങ്ങൾ ഉപ്പാനെ മറക്കരുത്, ഉമ്മാനെ വെറുക്കരുത്. അതുകൊണ്ട് നിങ്ങൾ വിതയ്ക്കപ്പെട്ടിരിക്കുന്ന നല്ല വിത്തുകളാണ് നിങ്ങളിൽ ഭാവിയെ കരിപ്പിടിപ്പിക്കാൻ പോകുന്നത്, ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളായിട്ടും നിങ്ങളുടെ മക്കളെയും ഈ ഒരു കൂലിപ്പണിക്കാരുടെ മൈൻഡ് സെറ്റിൽ വളർത്താതെ അവനെ സ്വന്തമായി അവൻ്റെ കഴിവുകളെ ഉണർത്തി അവന് മറ്റുള്ളവനൊരു സേവനം കൊടുക്കുവാൻ പര്യാപ്തനാക്കി, അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുവാൻ പര്യാപ്തനാക്കി അവൻ്റെ കഴിവുകളെ വളർത്തി അവനെ ശരിയായി വികസിക്കുവാനായിട്ട് ഉള്ള അവസരമാണ് കൊടുക്കേണ്ടത്. അപ്പം ആ ഒരു വിത്താണ് ഇവിടെ വിതച്ചു തരുന്നത്. ഇതെല്ലാം അനേകരുടെ ജീവിതത്തിൽ അത് ഭാവിയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരും. നിങ്ങൾക്ക് ഈ രാജ്യത്തെ ഗവൺമെൻറ് എന്ന് പറയുന്നത് എന്താണ്? ഇത് ജനങ്ങളുടേതാണ്. ജനങ്ങളുടെ തിരഞ്ഞെടുത്ത് വിടുന്നവരാണ് ഭരിക്കുന്നത്. അപ്പോൾ ആ ഗവൺമെൻറ് നിയമം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവിടെ പൈസ ഇല്ലാത്തവനും ലോൺ കിട്ടാനും അവന് സംരംഭം തുടങ്ങി അവന് ഉയർന്നു വരണമെന്ന് ഗവൺമെൻറ് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ പിന്നെ ആരാ നിങ്ങളെ തടയുന്നത്? ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങളെ ആരും ഇനി തടയാനില്ല. നിങ്ങൾ നല്ല ഉദ്ദേശത്തിലുള്ളവനാണെങ്കിൽ, നല്ല ഉദ്ദേശത്തിലുള്ള ഒരാളാണ്, നിങ്ങളെ തടയാൻ കഴിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം നമ്മുടെ പറമ്പിൽ ഒരാൾ കയറി ഒരു വഴിയെ പോയി ഒരുത്തൻ കയറി നമ്മുടെ പറമ്പിൽ ഒരു കുടിൽ കെട്ടി താമസിക്കുകയാണെങ്കിൽ നമ്മൾ അവനോട് പറയുകയാണ്, നമ്മൾ പറയും, ഇവൻ ഇവിടെ താമസിക്കാൻ അധികാരമില്ല, എൻ്റെ പറമ്പാണ്, അതുകൊണ്ട്
വിട്ടുപോകാൻ നമ്മൾ അധികാരത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അവനങ്ങ് പോകും. അതേസമയത്ത് നമ്മൾ മിണ്ടാതിരുന്നാലോ അവൻ അവിടെ താമസിക്കും. അപ്പം നമുക്കുള്ള നല്ല ഉദ്ദേശത്തിലുള്ളവരുടെ കാര്യം ഞാൻ ഈ പറയുന്നത്. കാര്യം അല്ലാത്തൊരു വിഭാഗം ആൾക്കാർ ഉണ്ട്. അപ്പോൾ നല്ല ഉദ്ദേശത്തിലുള്ളവർക്ക് നിങ്ങൾക്ക് തീർച്ചയായും ഇത് കിട്ടിയേ മതിയാവുകയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ആ ഉദ്യമത്തെ തടയുവാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ ഇതുകൊണ്ടേ പോകാവുള്ളൂ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. വാടക കെട്ടിടത്തിൽ താമസിച്ചാൽ ബാങ്ക് ലോൺ കിട്ടുമോ എന്ന് ചോദിച്ചു ഒരാൾ. വാടക കെട്ടിടമായതിൻ്റെ പേര് ഒരു കാരണവശാലും ബാങ്ക് ലോൺ കൊടുത്തുകൂടാ എന്നുള്ളതല്ല വിഷയം. അങ്ങനെ ഒരു കാര്യമില്ല. പക്ഷെ വാടക കെട്ടിടത്തിൽ താമസിക്കുന്നയാളുടെ അയാളെക്കുറിച്ച് കൂടുതൽ ബാങ്ക് സംശയാലുമായിരിക്കും. കാരണം ഇതിനുള്ള അനുഭവങ്ങളുണ്ട്. എൻ്റെ കൺമുമ്പിൽ തന്നെ അനുഭവങ്ങളുണ്ട്. വയനാട്ടിൽ നിന്ന് 2 ചെറുപ്പക്കാർ വന്ന് കോട്ടയത്ത് വന്ന് വാടകയ്ക്ക് താമസിച്ചിട്ട് പെട്ടെന്ന് അവർ സംരംഭം തുടങ്ങാമെന്നും പറഞ്ഞ് അപേക്ഷ കൊടുത്തു. 10-16 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ഏതാണ്ട് 6 മാസം അവിടെ ഏതാണ്ട് പരിപാടി എന്തോ കാണിക്കുന്നത് കണ്ടെന്ന് അയൽക്കാർ പറഞ്ഞു. ഇപ്പോൾ അവരെ കാണാനില്ലെന്ന് പറഞ്ഞു. പിന്നീട് ബാങ്ക് അന്വേഷിച്ചപ്പോൾ അവരാ വാടക കെട്ടിടവും വിട്ടുപോയി. എവിടെയാണെന്ന് ഒരു പിടിയിൽ അപ്രത്യക്ഷരായി. ആ മാനേജരും കുടുങ്ങി വളരെ ബുദ്ധിമുട്ടിലായി. അപ്പം നിങ്ങൾ ചിലപ്പോൾ വാടകയാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇന്നലെ വരെ ഇല്ലാത്ത ഒരാളെ, സ്ഥലത്തില്ലാത്ത ആളും ഇന്ന് ഒരു ലോഡ്ജിൽ താമസിക്കുക വാടകയ്ക്കാന്ന് പറഞ്ഞു. നാളെ നിങ്ങൾ ലോൺ കിട്ടിക്കഴിയുമ്പോൾ അപ്രത്യക്ഷനാകുന്ന ആളാണ്. അതുകൊണ്ട് അത് ന്യായമായ ഒരു കരുതൽ ബാങ്കുകൾ എടുത്തിരിക്കും. വാടകയ്ക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ആ നാട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. 50 കൊല്ലം അല്ലെങ്കിൽ 30 കൊല്ലമായി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിച്ച് തൊട്ടപ്പുറത്തേക്ക് ഒരു വാടകയ്ക്ക് മാറിയെന്ന് കരുതി അതൊരു അയോഗ്യതയല്ല. കാരണം അവരുടെ വേരുകൾ അവിടെയുണ്ട്. പിന്നെ എങ്ങാണ്ടെന്ന് ഒരാൾ വന്നു, എവിടെയോ തൽക്കാലം താമസിച്ചു, ഉടനെ ലോണിന് അപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ അത് ഉടനെ കിട്ടണമെന്നില്ല. അതിനകത്ത് അത്ഭുതവുമില്ല. കിട്ടാതിരിക്കുന്നതാണ് പലപ്പോഴും നല്ലത്. ഇങ്ങനെയുള്ള അനേക അനുഭവങ്ങളുള്ളതുകൊണ്ട് അപ്പം നമ്മൾ ജെനുവിനാണെങ്കിൽ നമ്മളത് തെളിയിച്ചു കൊടുത്താൽ മതി. ആ ബാങ്ക് മാനേജരുടെ മുമ്പിൽ നമ്മളത് തെളിയിച്ചാൽ മതി, നമ്മുടെ ജെനുവിനിറ്റി. അപ്പോൾ നമുക്ക് വാടകയ്ക്ക് താമസിച്ചു പോയി എന്നുള്ളതുകൊണ്ട് മാത്രം നമുക്ക് ഒരു കാരണവശാലും കിട്ടുകയില്ല എന്നില്ല. അപ്പം നമ്മുടെ ആ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ്റെ പണമാണത്. ആ പണമെടുത്ത് വേണ്ടപ്പെട്ടവരുടെ കയ്യിലേ കൊടുക്കാവുള്ളൂ. അപ്പോൾ അത് ന്യായമായ ഒരു ജാഗ്രത പുലർത്തുക എന്ന് പറയുന്നത് അത് അവരുടെ ചുമതലയുടെ ഭാഗമാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ അവർക്ക് ബോധ്യം കൊടുക്കുക. ഞാനീ സത്യസന്ധനാണ്, ഞാനിത് സംരംഭം വിജയിപ്പിച്ച് ഞാൻ തിരിച്ചടയ്ക്കും. ഇനി അഥവാ അപ്പോൾ അവർ പറയും നിങ്ങളുടെ സംരംഭം വിജയിക്കുമോ എന്നുള്ളതിന് എങ്ങനെ ഉറപ്പ്? അപ്പം നിങ്ങൾ ഈ ഒരു ഉറപ്പോടെ അവർക്ക് കൊടുത്താൽ നിങ്ങൾ തന്നെ ആ കാര്യത്തിൽ ഒരു ഉള്ളിലുണ്ടായിരിക്കണം. ഇനി അഥവാ വിജയിച്ചില്ലേ പോലും ബാങ്കിൻ്റെ പണം ഞാൻ അടയ്ക്കും എന്നൊരു ബോധ്യം നിങ്ങൾ കൊടുത്താൽ അവർക്ക് അത് അങ്ങനെയാണെങ്കിൽ നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അടുത്ത വർഷത്തെ നിങ്ങൾ മനസ്സിൽ ഭാവനയിൽ കാണുക, അതിനു വേണ്ടി ഒരുക്കങ്ങൾ നടത്തുക. ഭാവനയിൽ കണ്ടുകൊണ്ട് വീട്ടിനകത്ത് തന്നെ ഇരുന്നാൽ പോരാ, അതിൻ്റെ നടപടികൾ നീക്കുക. ചിലരൊക്കെ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. വീട്ടിനകത്ത് ചെയ്യാവുന്ന ചില സംരംഭങ്ങൾ അവർ ഇത് കേട്ടുണർന്ന് അന്നേരം തന്നെ സംഗതി തുടങ്ങിക്കഴിഞ്ഞ് അവരെ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്ക് മറ്റു പലരുടെയും പെട്ടെന്ന് അങ്ങനെ തുടങ്ങാൻ പറ്റുന്നതല്ല, അത് കുഴപ്പമില്ല, സമയമെടുത്ത് തുടങ്ങിയാൽ മതി. പക്ഷേ അടുത്ത വർഷം ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു സംരംഭകനായിരിക്കും. നിങ്ങൾ ഗൗരവമായിട്ട് ഇതിനെ സമീപിക്കുന്നയാളാണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ നിലയും വിലയും മാറിയിരിക്കും. ഇത് നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി കഷ്ടപ്പെടുവാൻ തയ്യാറാകുക. വിജയം നിങ്ങളുടെ കൈകളിൽ കരഗതമായി തീർന്നിരിക്കും. ഓൾ ദ ബെസ്റ്റ്. ഈ ചാനൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഇങ്ങനെയുള്ള പ്രചോദനങ്ങൾ നിങ്ങൾ
ഒക്കെ ഓണം യാതൊരു പണവും അടയ്ക്കേണ്ടതില്ല. നിങ്ങൾ ഇത്ര മാത്രം എങ്കിലും ചെയ്യുക. അതിന് താഴെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണിൽ ചെയ്യാത്തവർ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഏതാനും സുഹൃത്തുക്കൾക്കോ മറ്റുള്ളവർക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രയും ചെയ്യാൻ മനസ്സ് വെച്ചാൽ നല്ലത്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.